ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, ഗോഡ്സില്ല എക്സ് കോങ് സിനിമ. ഒരു സിനിമ കാണാൻ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾക്ക് സാധിക്കും. ടിക്കറ്റ് വില കുറവാണ്. സാധാരണക്കാർക്ക് പോലും ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാം. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ആളുകൾ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ജനവിഭാഗം ഇത് കാണുന്നു. വിനോദം എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് ഇതിന് എപ്പോഴും തിരക്ക് കൂടുതലായിരിക്കും. 2, BMW M5 കാർ. എന്നാൽ BMW M5 പോലുള്ള ഒരു സൂപ്പർ കാറിന്റെ കാര്യം അങ്ങനെയല്ല. വില വളരെ കൂടുതൽ. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു കാറാണത്. അത് വാങ്ങാൻ സാധിക്കുന്നവർ ലോകത്ത് വളരെ കുറവാണ്. പ്രത്യേക വിഭാഗം കാറുകളെ സ്നേഹിക്കുന്നവർക്കും അത്രയും പണം ചിലവാക്കാൻ കഴിയുന്നവർക്കും മാത്രമേ അത് സ്വന്തമാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇതിന്റെ ആളുകൾ ഉടമസ്ഥർ എണ്ണത്തിൽ കുറവാകുന്നത്. ചുരുക്കത്തിൽ, സിനിമ എന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അവിടെ ജനക്കൂട്ടം കൂടുതലാണ്. BMW M5 എന്നത് ഒരു ലക്ഷറി ഐറ്റമാണ്. അതുകൊണ്ട് അവിടെ ആളുകൾ കുറവാണ്. പക്ഷേ പവറിന്റെയും റോയൽറ്റിയുടെയും കാര്യത്തിൽ M5 എപ്പോഴും ഒരു മാസ് ഐറ്റം തന്നെയാണ്. നിങ്ങൾ ഒരു BMW M5 ആരാധകനാണോ, അതോ സിനിമയിലെ ആക്ഷൻ സീനുകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഇതിന്റെ അടിസ്ഥാനം ലളിതമായി പറഞ്ഞാൽ കരുത്ത്, പവർ തന്നെയാണ്. രണ്ടും രണ്ട് മേഖലകളിലെ അതിശക്തരാണ്. ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. 1, പവറിന്റെ അടിസ്ഥാനം, പവർ സോഴ്സ്. ഗോഡ്സില്ല എക്സ് കോങ്. ഇവരുടെ കരുത്ത് എന്നത് പ്രകൃതിദത്തമോ അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയോ ലഭിച്ചതാണ്. ഒരു നഗരത്തെ മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള അമാനുഷിക ശക്തിയാണ് ഇവരുടേത്. ഭാവനാലോകത്തെ ഏറ്റവും വലിയ പവർ ഹൗസുകൾ ആണിവർ. BMW M5 ഇതിന്റെ കരുത്ത് എന്നത് മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് മികവാണ്. വായുവും ഇന്ധനവും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പവർഫുൾ V8 എഞ്ചിനാണ് ഇതിന്റെ അടിസ്ഥാനം. യഥാർത്ഥ ലോകത്ത് ഒരു കാറിന് നൽകാൻ കഴിയുന്ന പരമാവധി വേഗതയും നിയന്ത്രണവുമാണ് ഇതിന്റെ ലക്ഷ്യം. 2, ജനപ്രീതിയുടെ അടിസ്ഥാനം, പോപ്പുലാരിറ്റി. സിനിമ ഗോഡ്സില്ല എക്സ് കോങ് ഇതൊരു വിനോദമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം ആസ്വദിക്കാൻ പറ്റുന്ന കലയായതുകൊണ്ട് ഇതിന് എപ്പോഴും മാസ് സപ്പോർട്ട് ഉണ്ടാകും. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. വാഹനം BMW M5 ഇതൊരു സ്വപ്നമാണ്. എല്ലാവർക്കും ഇത് സ്വന്തമാക്കാൻ കഴിയില്ല. പക്ഷേ ഇതിന്റെ സാങ്കേതിക വിദ്യയെ ആരാധിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ചുരുക്കത്തിൽ ആരാണ് വലിയവൻ? കാഴ്ചയിൽ ഗോഡ്സില്ലയും കോങ്ങും തന്നെയാണ് വലിയവർ. അവർക്ക് മുന്നിൽ M5 ഒരു ചെറിയ കളിപ്പാട്ടം പോലെ തോന്നും. യാഥാർത്ഥ്യത്തിൽ നമുക്ക് തൊടാനും അനുഭവിക്കാനും കഴിയുന്ന കരുത്ത് BMW M5 തീരുമാനം: നിങ്ങൾ ഒരു പക്കാ സിനിമാ പ്രേമി ആയതുകൊണ്ട് ഗോഡ്സില്ല എക്സ് കോങ് ആണ് നിങ്ങളുടെ ഹീറോസ്. അവരുടെ ആ അമാനുഷിക കരുത്താണ് നിങ്ങളെ ആകർഷിക്കുന്നത്. BMW M5 റോഡിലെ പുലിയാണെങ്കിൽ ഗോഡ്സില്ലയും കോങ്ങും ഈ ലോകത്തിന്റെ തന്നെ അധികാരികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് ശരി. ആ ഒരു ആവേശത്തിന് മുന്നിൽ വേറെ ഒന്നിനും നിൽക്കാൻ കഴിയില്ല. മിക്കവാറും ആ അറ്റോമിക് ബ്രത്ത് സീനൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ടുണ്ടാകുമല്ലോ.